43 എന്നുള്ള ഒരു സംഭവം അവിടെ ഉണ്ട് കാർഗിൽ. പിക്കറ്റ് അല്ലാതെ അതിൻ്റെ പേര് പോസ്റ്റ് 43 എന്നാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണത്. അപ്പോൾ അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് പാകിസ്ഥാൻ ഫ്ലാഗ് കിടന്ന് പറക്കുന്ന നമുക്കിങ്ങനെ കാണാം. ഞാൻ രാത്രിയിലാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അതവിടെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ ജീവിതത്തിൽ നമ്മൾക്ക് പലപ്പോഴും പല ടേണിങ്ങിലും പഴയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സംഭവം, ഇതാണ് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ചിലപ്പം ഈ ക്രിയേറ്റീവ് പീപ്പിൾ ഹാവ് ഗോട്ട് ലോങ് മെമ്മറീസ്. അവർക്ക് നല്ല ഓർമ്മശക്തി, ഇങ്ങനെ പഴയ കാര്യങ്ങളിൽ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ആയിരിക്കും എടുത്ത് എഴുതുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാശ്മീരിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഓർത്ത് അങ്ങനൊരു പിക്കറ്റ് ഉണ്ടായിരുന്നു. ഗുൽമർഗിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ അങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ കാണുന്നു. അങ്ങനെ ഞാനും നടൻ ജയറാമും കൂടെ ഉണ്ടായിരുന്നു. ഡിസ്കസ് ചെയ്ത സമയത്താണ് ഇത് ദാറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. പിന്നെ അതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ 4 ദിവസത്തിനകത്ത് ഒരു കഥയുണ്ടായി. ആ കഥയാണ് നിങ്ങൾ കണ്ടത്. 4 ദിവസം കൊണ്ടുണ്ടായിട്ടുള്ളൊരു കഥയാണത്. അതെൻ്റെ അസിസ്റ്റൻ്റുമാരായിട്ടുള്ള അരുൺ, അവൻ്റെ അടുത്ത് മദ്രാസിൽ നിന്ന് വരാൻ പറഞ്ഞു. ക്രിസ്റ്റി ഏപ്പൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്ക്രിപ്റ്റ് അസോസിയേറ്റിൻ്റെ പേരും കാണാം. അപ്പോൾ അതെന്ന് പറഞ്ഞ് ഞങ്ങൾ തേക്കടി പോയി. ഞാനിങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരത് എഴുതുന്നു, പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ റെഡിയാക്കി കൊണ്ടുവന്നു. 4 ദിവസത്തിൽ നമുക്ക് ബൗണ്ട് സ്ക്രിപ്റ്റായി അതുണ്ട്. ദാറ്റ് മീൻസ് സ്റ്റോറി വാസ് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ഇൻ എ സ്മൂത്ത് വേ. സോ അതിൻ്റെ ഒരു ആ ഡിസ്കഷനിനകത്ത് വളരെയധികം ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അരുൺ പറഞ്ഞു, സാർ നമുക്കിതൊരു ഓപ്പറേഷൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത്. അങ്ങനെയാണ് ആ ഒരു ഓപ്പറേഷൻ്റെ ഉള്ളിൽ കൂടെ ഈ കഥ മുഴുവൻ കൊണ്ടുപോകുന്നത്. ഇങ്ങനൊരു പോസ്റ്ററുണ്ട് അവിടെ. പക്ഷേ അതിൽ ഒറ്റയ്ക്കല്ല, ഒരു പട്ടാള ക്യാമ്പിനകത്തും നമ്മൾ ഒരാളെ ഒറ്റയ്ക്ക് വിടില്ല. എപ്പോഴും ഒരു ബഡ്ഡിപ്പേരോടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഞാനതിനെ സിനിമാറ്റിക്കലി ചിന്തിക്കുന്ന സമയത്ത് ഈ 2 പേരുണ്ടെങ്കിലും ഒരുത്തൻ താഴത്ത് റേഷൻ വാങ്ങിക്കാനും മറ്റേനും പോയി കഴിഞ്ഞാലും ഇവൻ ഒറ്റയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ആ ലോൺലി സമയം ഇവൻ പോയിട്ട് തിരിച്ച് റേഷൻ വാങ്ങിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ അവൻ ടെലിഫോൺ ലൈൻ കേടുന്നുണ്ടായിരിക്കും, ഒരുത്തൻ അത് നേരെയാക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും ഇവർ 2 ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. രാത്രി കിടന്നുറങ്ങുമ്പോൾ മാത്രം ഒരുത്തൻ ഡ്യൂട്ടിക്ക് ഉണർന്നിരിക്കുന്നുണ്ടാവും, മറ്റവൻ കിടന്നുറങ്ങുന്നു, ഇങ്ങനെയുള്ള. അപ്പോൾ ഞാൻ ആ ഒരാളെ അങ്ങ് മാറ്റിയിട്ട് അവിടെയാണ് ഞാൻ ബക്കാടിയെ കൊണ്ടുവന്നിറക്കുന്നത്. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ബക്കാടിയോട് തന്നെ കൺവേ ചെയ്യാം. വികാരങ്ങൾ മുഴുവൻ ബക്കാടിയോട്. ബക്കാടി എന്ന് പറയുന്ന ആ സ്റ്റിഫ് ഡോഗിൻ്റെ ക്യാരക്ടർ അതിനായിരുന്നു. പിന്നെ എനിക്ക് ഈ ഡോഗ്സിനെയൊക്കെ, ഞങ്ങളുടെ ഫുൾ ഫാമിലി ഡോഗ്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ. അവരുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര ആത്മാർത്ഥതയുള്ളൊരു സ്നേഹമാണ്. അതിനകത്ത് വേറൊന്നും കളങ്കമില്ല. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെന്ന് ഓണർ തിരിച്ചു വരുമ്പോൾ കാണിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ഭയങ്കരമാണത്. അപ്പം അങ്ങനെയാണ് ഈ ബക്കാടി എന്നുള്ള ക്യാരക്ടർ അതിനകത്ത് വരുന്നത്. പിന്നെ ഇങ്ങനൊരു പോസ്റ്റിനകത്ത് ഒരു 8 മാസം ഒരാൾ ഒറ്റയ്ക്ക് കിടന്നാൽ ആ ആളുടെ മാനസികാവസ്ഥ എന്താണ്? അവിടെയാണ് ഒരു പട്ടാളക്കാരൻ ഉണരുന്നത്. അവൻ്റെ കർത്തവ്യം, കർമ്മബോധം. അല്ലാതെ അവൻ ഞാൻ കൊടിയും പിടിച്ചിട്ട് ഞാൻ ഇനി സ്ട്രൈക്കിന് പോവാണ്, ഞാൻ ഇവിടെ വരില്ല എന്ന് പറയുന്ന ഇതല്ല പട്ടാളക്കാരൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവസം ലീവ് തന്നില്ലെങ്കിലും സ്ട്രൈക്ക് ചെയ്തിട്ട് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന സിവിൽ ലൈഫ് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് സിവിലിയനിൽ നിന്നും ഒരു പട്ടാളക്കാരൻ വ്യത്യസ്തനാവുന്നത്. അവന് കൊടിയില്ല, യൂണിയനില്ല, ഒന്നുമില്ല. അവന് പറയാനുള്ള ഫ്രസ്ട്രേഷൻ സീനിയറിൻ്റെ അടുത്ത് പറയും. അയാൾ എന്ത് പറഞ്ഞോ അതും കേട്ടോണെങ്കിൽ തിരിച്ചു പോവുകയാണ്. ലീവ് കിട്ടില്ല എന്ന് രഞ്ജിപ്പണിക്കർ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല, അത്ര തന്നെ. നീ പിക്കറ്റ് 43 പോകണമെന്ന് പറഞ്ഞാൽ പോവന്നെ. അതുകൊണ്ടാണ് ഇന്ന് പട്ടാളം, നമ്മുടെ രാജ്യത്ത് പട്ടാളം ഇത്രയും യുണൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. സോ ആ യൂണിറ്റിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത എന്ന് പറയുന്നത്. ചിലപ്പോൾ 12 ലക്ഷം പട്ടാളക്കാരെ ഉണ്ടാവുള്ളതായിരിക്കും 125 കോടി ജനതയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ 12 ലക്ഷത്തിൻ്റെ ബലമെന്ന് പറയുന്നത് അവരുടെ ഈ തിരിച്ച് ചോദിക്കാതെ, അവൻ്റെ അവകാശങ്ങൾ ചോദിക്കാതെ, രാജ്യമെന്നുള്ള ഒരേ ഒരു വികാരം മാത്രം കൊണ്ടു കിടക്കുന്ന പട്ടാളക്കാർ. ആ 12 ലക്ഷം മതി. ഈ ഇങ്ങനെയുള്ള വികാരമുള്ള ഈ 12 ലക്ഷം കൊണ്ടാണ് 125 കോടി ജനങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് 50 കോടി ജനങ്ങൾക്കെങ്കിലും ഇതുപോലുള്ളൊരു വികാരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം എവിടെ എത്തും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് പിക്കറ്റ് 43യുടെ ആ ലോൺലിനെസ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ്.